ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് കോവളം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഉടനെ എത്തും. അപ്പോൾ അവർക്ക് വേണ്ടി ഇന്നലത്തെ പോലെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. സ്കൂട്ടിയുടെ ബാക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിലൊന്നും വരത്തില്ല. സോറി. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ഇതുവരെ വന്നിട്ടില്ല. അവർക്കെതിരെ നമ്മൾ മിക്കവാറും പെറ്റിയടിക്കും. നോക്കിക്കോ, അത് മക്കളും കൊച്ചന്മാരും കൂടെ ആയിരിക്കും. എന്തോന്ന് ഭയങ്കര വെയിലും ഇതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും വേണം. ഇത് കഷ്ടല്ലേ. ഇത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴാണ് രണ്ടെണ്ണം കൂടെ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നത്. കുറച്ചെങ്കിലും മര്യാദ. ഹലോ ഗായ്സ്, നല്ല ശബ്ദം, നല്ല ശബ്ദം. നമ്മൾ കോവളത്തെത്തി ഗൈസ്. ഒരുപാട് വഴി തെറ്റി കോവളത്ത്. എവളാണ് തെറ്റിച്ചത്? അതെ, നിത്യയാണ് വഴി തെറ്റിച്ചത്. നിന്നെ ഇന്ന് തുറന്നു കൊടുത്ത പ്രശ്നമില്ല. കോവളത്തെന്ന് പറഞ്ഞ് കുളത്തിന്റെ നടുക്കൊക്കെ കൊണ്ടെത്തിച്ച്. എടി സമുദ്ര ബീച്ചിൽ പോണ വഴി സ്ഥിരം പോയി വഴിയാണ്. അത് എവിടെ തെറ്റി എനിക്ക് പോലും ഇതിൽ കത്തല്ല. നോട്ട് ദ പോയിന്റ്. സമുദ്ര ബീച്ചാണ് ഉദ്ദേശിച്ചത്. അവസാനം ഇപ്പൊ കോവളം ബീച്ചെങ്കിലും എത്തി. അതൊരാശ്വാസം. അപ്പുറം ഇപ്പുറമാണെന്ന് മാത്രം. അതെ അതെ അതെ. സമുദ്രം ഇവിടെ കോവളം അത്ര ഉള്ളു. നല്ല ആവശ്യത്തിലധികം നല്ല വെയിലുണ്ട് ഗൈസ്. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യത. ഈ വെയിലത്ത് എങ്ങനെ കടൽ ആസ്വദിക്കും? എനിക്ക് കഴിയുന്നില്ല. ഈ ബീച്ച് സൈഡ് എല്ലാം കണക്കിന്. ഈ ബീച്ച് സൈഡ് നടക്കാൻ എനിക്ക് ഭ്രാന്താണോന്ന് നിങ്ങൾ ആരും ചോദിക്കരുത്. ഒന്നല്ല, ചുമ്മാ കാരണം ഇത് ഉച്ചയല്ല, ഇത് സമയം 4 മണി കഴിഞ്ഞു. 4:30 കഴിഞ്ഞു. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. 4 മണിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഇത്രയും വെയില്. ഈ ഒരു സമയത്തൊന്നും നിങ്ങൾ കോവളത്ത് വരല്. ഇങ്ങനെ വന്ന ഇത്രയും വെയിലൊക്കെ നിങ്ങൾ താങ്ങാനുള്ള ഒരു ഇത് ആയിട്ട് വേണം വരാൻ. പൊന്നി എന്ത് വെയിലല്ലേ! നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല. നല്ല വെയിലുണ്ട്. എന്നാലും ഇവിടെ സൺബാത്ത് ചെയ്യാനായിട്ട് ഒത്തിരി വിദേശികൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാം. പക്ഷെ ഈ വെയില് അൺസെക്യൂബിൾ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. അവര് നമ്മളെ വിട്ട് പോയി. അതൊക്കെ വയ്ക്കുന്നു. അയ്യടാ, ഇപ്പൊ നമുക്ക് പോവാ. എന്റെ ദൈവം, ഇതൊക്കെ ഞാൻ മ്യൂട്ടാക്കിയിട്ട് വരുമല്ലോ. ഇരിക്കടാ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. എന്റേത് നല്ല ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് ഞാൻ മാന്യമായത് മാത്രമേ ഇടാറുള്ളൂ. ക്ലാത്തി മീനുകൾ ഇവിടെ കരയ്ക്ക് വന്ന് അടിയുന്നുണ്ട്. ഏത് മീനിനെ കണ്ടാലും നിത്യം വെറുതെ വിടൂല. നോക്ക് നോക്ക്, ഒരു ക്ലാത്തി. ഞാൻ പറയുന്നത് വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാവില്ല കേട്ടോ. ഒരെണ്ണം മതിയോ? നടന്ന് എവിടെ എത്തിയത്? ഏതാ സ്ഥലം? കോവളത്തിന്റെ ഇഞ്ഞറ്റോ? സ്പീഡ് ബോട്ടിലൊന്നും പോകണ്ട. വെറുതെ കയ്യിൽ കാശ് കളയണം. എന്തിന്? നമ്മ പോക്കറ്റിലെങ്കിലും കിടക്കും. എനിക്ക് സ്പീഡ് ബോട്ടിൽ പോയിട്ട് വ്ളോഗ് എടുക്കണം. പക്ഷേ എനിക്ക് കയ്യിലുള്ള പൈസ പോയിട്ട് വ്ളോഗ് എടുക്കുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. വെയിൽ സഹിക്കാൻ വയ്യാതെ ഏതോ ഒരു കുടരടിയിൽ കയറി വീണ്ടും പോണു. നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നതാണ് ഗൈസ്. കുറച്ച് റിച്ചായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ലൈം ജ്യൂസ് കുടിക്കാൻ വന്നതാണ് ഗൈസ്. കണ്ണ് തുറക്കാൻ പറ്റിയ നല്ല വെയിൽ. ആരും കൊതി വിടരുത്. ഞങ്ങൾ പിന്നെ ഈ സാധനം കൂടെ മേടിച്ചു വിടാം. അതായത് പൈനാപ്പിളും ഈ മാംഗോയും കൂടെ മേടിച്ചു. നൊസ്റ്റ് പിടിക്കുന്നു സത്യം പറഞ്ഞത്. ഇങ്ങനത്തെയൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായി. കോവളമാണ് വലിയ കോവളം. വരണമൊക്കെ ഇരിക്കാനുള്ള നല്ലൊരു ബെഞ്ച് പോലും പണിതിട്ടിട്ടില്ല. മോശം. ഞാൻ മറിഞ്ഞടിച്ച് വീഴുമോ ദൈവമേ. ഇല്ല, സക്സസ്ഫുള്ളി ഇറങ്ങിയിരിക്കുന്നു. എന്ത് വെയിലായിരുന്നു! 5 മണിയായി എന്നിട്ടും വെയിൽ താഴുന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചെന്നിരുന്നാൽ കുറെ നേരമായിട്ട് നടക്കുന്നു. ഇപ്പം നമ്മള് തറയിലാണ്. തറയിൽ ഇപ്പം സമയം 5:30.
വെയിലിൻ്റെ മാറ്റം ഒന്നുമില്ല. ഞാനിങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നതുകൊണ്ട് വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കിച്ചിരിക്കുന്നു, എന്തൊരു വിചിത്ര ജീവി കണ്ടതുപോലെ. എന്താ വ്ളോഗ് എടുക്കുന്നതാരും കണ്ടിട്ടില്ലേ? എനിക്ക് നാണം വരുന്നു. പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കോവളത്ത് വരാൻ കേട്ടോ. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്, കാണിച്ചു തരാം. സൂര്യൻ അസ്തമിക്കാറായി. എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നുണ്ട്. തിര വരുമ്പോൾ ഞാൻ ഓടും, അത്രേ ഉള്ളൂ. വരും അങ്ങനെ പറഞ്ഞുകൊണ്ട് തിര വരണില്ല. കൊള്ളാല. തിര വരുമ്പോൾ ഞാൻ ഓടും. ഞാൻ കടലിനടുത്തോട്ട് പോകും. തിര വരുമ്പോൾ ഞാൻ ഓടും. നേരത്തെ പറഞ്ഞില്ലേ, റിച്ച് കിഡ്സ് ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ മണലൊക്കെ എടുത്തിട്ട് കളിക്കും, കൊട്ടാരം ഉണ്ടാക്കും. അങ്ങനെ അവർ ക്യാഷിലൊക്കെ മണലിലുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. ഏകദേശം അസ്തമനമൊക്കെ ആയി. നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്. തിരിച്ച് വീട്ടിൽ പോകുന്നു. ഇരുട്ടാനിട്ട് ഇത് ഒരിക്കലും വെയിലൊന്നും കുറയൊന്നും തോന്നുന്നില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ ബൈ. വീട്ടിൽ പോകുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പോകുന്നു. ബൈ ബൈ.